ഇമെയിൽ റൈറ്റിംഗ് ഈ വരുന്ന മോഡൽ എക്സാമിലും അതുപോലെ തന്നെ ആനുവൽ എക്സാമിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് കാണാൻ പറ്റുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ റൈറ്റിംഗ്. അത് എങ്ങനെ എഴുതണം എന്നുള്ളതിൻ്റെ ഫോർമാറ്റിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ അത് വലിയ കാര്യമാണ്. അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെ എഴുതണം, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. യെസ്, ഇതാണ് നിങ്ങളുടെ 2024 ആനുവൽ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. The science club of your school has decided to invite Stephen Hawking. ആരാണ്? സ്റ്റീഫൻ ഹോക്കിങ്സിനെ നമ്മുടെ സയൻസ് ക്ലബ് എങ്ങോട്ട് വിളിക്കുകയാണ്? നമ്മുടെ സ്കൂളിലേക്ക് വിളിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഇനാഗുറേറ്റ് ദ സയൻസ് ഫെയർ ഇൻ യുവർ സ്കൂൾ. നമ്മുടെ സ്കൂളിലെ ആ ഒരു സയൻസ് ഫെയർ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ വിളിക്കുന്നു. സെൻഡ് ആൻ ഇമെയിൽ ഇൻവൈറ്റിംഗ് ഹിം ടു ദ ഫംഗ്ഷൻ. ആ ഒരു ഫംഗ്ഷനിലേക്ക് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇമെയിലാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബേസിക്കായിട്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയുള്ള ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, പ്രൊഫൈലിനൊക്കെ വേണ്ടി നമ്മൾ പഠിച്ചതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ്? ഇമെയിൽ റൈറ്റിങ്ങിൻ്റെ ഫോർമാറ്റ് നല്ല രീതിയിൽ അത് സൂക്ഷിക്കണം. കാരണം അതിൻ്റെ കോണ്ടന്റിന് മാത്രമല്ല അതിന് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പക്കാ കോണ്ടന്റ് ആയാലും അതിൻ്റെ ഫോർമാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫോർമാറ്റാണ് പറയാൻ പോകുന്നത്. കണ്ടോ, ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ബോക്സ് അതിനുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഇമെയിൽ തന്നു കഴിഞ്ഞാലും അതിനൊരു ബോക്സ് വരയ്ക്കുക. അതുപോലെ തന്നെ ടു അഡ്രസ്. നമുക്ക് ടു അഡ്രസ് ആരാണ്? stephenhawkings@gmail.com അന്ന് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ abcd@gmail എന്തെങ്കിലും എഴുതി കൊടുക്കാം. അതായത് ഒരു gmail.com അല്ലെങ്കിൽ email.com എന്നുള്ള ഒരു സംഭവം അതിലുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊരു ഇമെയിൽ ആണെന്നുള്ള ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്ലസ് അതിൻ്റെ അടിയിൽ ഒരു CC BCC ഇതൊക്കെ അവിടെ ജസ്റ്റ് ചുമ്മാ എഴുതി വെച്ചാൽ മതി. അതിൽ ഇമെയിൽ ID ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. കാർബൺ കോപ്പി, ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നൊക്കെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ അതിലെന്താക്കണമെന്നില്ല, അതിൽ നിങ്ങൾ മെയിൽ ID എഴുതണ്ട, പക്ഷേ അവിടെ CC BC എന്ന് എഴുതി കൊടുക്കുക. ദാറ്റ്സ് ഗുഡ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് സബ്ജക്റ്റ് ആണ്. നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നത് എന്താണ്? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഇമെയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്ത് എഴുതി കൊടുക്കാം സബ്ജക്റ്റിൽ? ഇൻവൈറ്റിംഗ് ടു ദ സയൻസ് ഫെയർ ഓക്കെ എന്ന് കൊടുക്കാൻ പറ്റും. ഭയങ്കര ഷോർട്ടാക്കിയിട്ട് എന്താണോ ഉദ്ദേശം അത് സബ്ജക്റ്റിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിൽ എഴുതി കൊടുക്കുക. സാല്യൂട്ടേഷനിൽ ഇതൊരു ഫോർമൽ ഇമെയിൽ ആയതുകൊണ്ട് നമുക്ക് സർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമുക്കതൊരു ഇൻഫോർമൽ ആയിരുന്നെങ്കിൽ ഡിയർ ഫ്രണ്ടെന്നോ അല്ലെങ്കിൽ ഡിയർ ബ്രദർന്നോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഡിയർ വെച്ച് തുടങ്ങാൻ പറ്റും. ബോഡി പാർട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ഫോർമൽ ഇമെയിൽ ആയതുകൊണ്ട് വലിച്ചു നീട്ടി കൂടുതൽ കാര്യങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ബേസിക്കായിട്ട് നമുക്ക് അദ്ദേഹത്തിന് വേണ്ട ആ ഒരു കാര്യങ്ങൾ എഴുതി കൊടുക്കാം. മസ്റ്റായിട്ടും ഇങ്ങനെ ഒരു ലെറ്റർ തന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇമെയിൽ തന്നു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നൊരു ആ ഒരു സെഗ്മെൻറ്റ് അതിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അവസാനത്തെ ഭാഗത്തിലേക്ക് ഇൻവൈറ്റിംഗ് ഇങ്ങനെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റിംഗ് ടു ദ പ്രോഗ്രാം എന്നുള്ള സംഭവം മസ്റ്റായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ക്ലോസിംഗ് ലൈൻ കൊടുക്കുക. ഈ സെൻഡ് ചെയ്യുന്ന ആളാരാണ്? നമ്മളാരാണ്? സയൻസ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ. അപ്പോൾ സെക്രട്ടറി ഓഫ് സയൻസ് ക്ലബ് എന്ന് അവസാനം ഇവിടെ എന്ത് എഴുതി കൊടുത്താൽ മതി? ആ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഫോർമാറ്റ് സെറ്റായി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ബോക്സും ഈ ലൈൻസൊക്കെ വരച്ച് കഴിഞ്ഞാൽ പക്ക ഒരു ഇമെയിലിൽ ഒരു ഫീൽ കിട്ടും. ആക്ച്വലി ആ ഫീൽ ഉണ്ടായാൽ മാത്രമേ വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്കുള്ള ആ ഒരു മാർക്കിംഗ് സ്കീമിലുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് മസ്റ്റാണ് അതിൻ്റെ കോണ്ടന്റിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. മാത്രമല്ല നമ്മുടെ മോഡൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ലൈവ് സെഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് ആക്ച്വലി നിങ്ങളുടെ മോഡൽ എക്സാമിന് മാത്രമല്ല ആനുവൽ എക്സാമിനും യൂസ്ഫുൾ ആണ്. അതൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പറയാൻ പോവാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നോ. ഇനിയുള്ള വീഡിയോസിൽ ഇനിയുള്ള നമ്മുടെ മാരത്തോണിൽ നമുക്ക് അടിപൊളിയായിട്ട് കാര്യങ്ങൾ സെറ്റാക്കാം. ഓൾ ദി ബെസ്റ്റ്.